പൂരൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് കേട്ടോ എല്ലാവരും. മാതൃശാനൊന്നും എനിച്ചിട്ടില്ല. രാവിലെ ഞാൻ എനിക്ക് നോക്കുമ്പോൾ ആമിതി നമ്മുടെ കട്ടിലിന്റെ ചോട്ടില് വന്ന് കിടക്കണത്. ഒഴിഞ്ഞുകൊടുക്കാൻ വേണ്ടി എന്താ കിടന്നുകൊടുക്കണ നോക്ക്. കുട്ടീനെ ഒഴിയട്ടെ. അമ്മാമ്മയുടെ ഷൊട്ടുപൊടി എടുത്തു. സുന്ദരി മണിയാട്ടാ. എടി ഇവിടത്തെ എല്ലാ കുട്ടിയും ഉണ്ടോ നമ്മുടെ ആമി. ഇവളതിനെ കൊഞ്ചിക്കാൻ നിന്ന് വെച്ചാൽ അവൾക്ക് ഇത്ര ഇഷ്ടമുള്ള കാര്യം വേറെ ഇല്ല കേട്ടോ. പിന്നെ ആദർശമായിട്ട് ഇത് പല്ലൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയാവുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ വിഷ്ണുനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനിയും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം, പാർലറിൽ പോകണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട് കേട്ടോ. അപ്പൊ അത് അമ്മനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചായ എടുത്ത് വെച്ച് കൊടുക്കണേ. പുട്ടും ചെറുപയറിന്റെ കറിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഇവിടുത്തെ കല്യാണത്തിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിന്നറെ സെലക്ട് ആക്കുക. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം സമയമുണ്ട്. അപ്പൊ വീഡിയോ കാണാത്തവരച്ഛൻ ഞാൻ എൻ്റെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നോട്ടെ. എനിക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വിനീഷായിട്ട് അതേ കൂലൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നുട്ടോ. എനിക്ക് വിശക്കണോണ്ട് ഞാൻ വേഗം ഇരുന്നുട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതേ വിഷ്ണുനാട്ടനും മാതൃശാനും പോകാൻ വേണ്ടിയിട്ട് ഇതേ ഷൂ ഒക്കെ എടുത്ത് ഇടുകയാണ്. അങ്ങനെ ഇത് കുറച്ചു നേരം എല്ലാവരും പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പൊ പൂരത്തിന്റെ വ്ളോഗ് ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ വിഷ്ണുനാട്ടനും ആദർശാനും കൂടിയിട്ട് ഇറങ്ങാണ്. ഇനിയിപ്പോൾ ഇവരെന്നെ നോക്കണ്ട, ഇനി എന്തായാലും വൈകിട്ട് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആദർശാന്റെ ഷർട്ട് ആദർശാൻ അങ്ങോട്ട് സെറ്റ് ആയില്ല എന്നൊക്കെ കേട്ടോ പറയുന്നത്. പിന്നെ ഇതേ വിനീഷാനും വർക്കിന് പോയി. നമ്മുടെ തേജപ്പം നല്ല ഉറക്കാണ്. ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് ക്ലീനിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവളുണ്ടെങ്കിൽ ഇവളാണ് എല്ലാതും ചെയ്യാറ്. ഞാൻ നല്ല ഉറക്കുറങ്ങി കേട്ടോ. ഒരു 12 മണിയായിട്ടാണ് ഞാൻ പിന്നെ ഇരിക്കുന്നത്. എനിക്ക് അച്ഛനെ തീരെ വയ്യ. കാൽമൊക്കെ ആകെ നീര് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യത്തെ പൂരത്തിന് അധികം ഞാൻ കറങ്ങി നടന്നിട്ടില്ല കേട്ടോ. കൂടുതൽ വീട്ടിൽ തന്നെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. പക്ഷേ ഈ ഒരു ആഴ്ച എന്റെ ബോഡി ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയാണോ? നമുക്ക് ഓരോ ആഴ്ചയിലും ഓരോ തരത്തിലാണ് ഉണ്ടാവാറ്. പിന്നെ പോയിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചുട്ടാ. അപ്പൊ പിന്നെയും ഒരു ഉഷാറായ പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഓരോരുത്തരും ഓരോ സൈഡാണ് കേട്ടോ. തേജപ്പം അവിടെ കളിക്കുന്നുണ്ട്, അമ്മ ഇത് അവിടെ കിടക്കുന്നുണ്ട്, ചേച്ചി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.